പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ഈ മൈനോറിറ്റി. ആദിവാസികൾ ഇപ്പോൾ കേരള സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട് മൈനോറിറ്റിയാണ്. ഫ്യൂ തൗസൻഡ് പീപ്പിൾ, അതിനല്ലേ മൈനോറിറ്റി എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാനോ, ഇപ്പോൾ മൈനോറിറ്റി ലവേഴ്സാണ് എല്ലാവരും, കൂട്ടിയിടിച്ച് വീഴുകയാണ്. എല്ലാവരും ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു, കൂട്ടിയിടിച്ചു. നീന്തിടാൻ എന്നെ തട്ടിയത്, ഞാൻ മൈനോറിറ്റി ലവറാണ്, ഞാൻ ഇത് പണ്ടേ മൈനോറിറ്റി ലവറാണ്. ആ രീതിയിൽ മൈനോറിറ്റി ലവേഴ്സാണ് ഇവിടെ. പക്ഷേ ഈ മൈനോറിറ്റിന്ന് യഥാർത്ഥ മൈനോറിറ്റി മുന്നിൽ കൊണ്ടുവച്ചാൽ പറയാം ഇത് വേണ്ട, ഈ മൈനോറിറ്റി അത്ര. അപ്പോൾ മതങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാഴ്സിയോ അല്ലെങ്കിൽ ജൂതനോ അല്ലെങ്കിൽ ബുദ്ധനോ അല്ലെങ്കിൽ ഒരു ജൈനനോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇത്ര ഇച്ചിരൂടെ അല്ലെ, നമ്മളെ കോഴിയെ ഇറച്ചിക്കോഴിയെ വാങ്ങിക്കുമല്ലോ, തീരെ ചെറുതല്ല, കുറച്ചുകൂടെ വലുത് എന്നൊക്കെ പറയുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ചില പ്രത്യേക ന്യൂനപക്ഷങ്ങൾ മാത്രമാണ് ന്യൂനപക്ഷം. ഇവൻ മധു ന്യൂനപക്ഷം അല്ല, പക്ഷെ മധു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല, എഴുതി കൊഴിപ്പിക്കാൻ പറ്റില്ല, ലൈക്കും കിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മൾ ആവർത്തിക്കുന്നൊരു കാര്യമാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് മൈനോറിറ്റി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിനാണ് ശരിക്കും യഥാർത്ഥത്തിൽ അവൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പാലിക്കുമ്പോഴാണ് ശരിക്കും നീതി പുലരുക. അത് ഐൻ റാൻഡിൻ്റെ ഒരു ഫേമസ് കോട്ട് തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ദ സ്മോളസ്റ്റ് മൈനോറിറ്റി ഓൺ എർത്ത് ഈസ് ദ ഇൻഡിവിജ്വൽ. ദോസ് ഹു ഡിനൈ ഇൻഡിവിജ്വൽ റൈറ്റ്സ് കനോട്ട് ക്ലെയിം ടു ബി ഡിഫൻഡേഴ്സ് ഓഫ് മൈനോറിറ്റി. വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന മനുഷ്യർക്ക് ആർക്കും തന്നെ ന്യൂനപക്ഷ പ്രേമം അഭിനയിക്കാനാവില്ല, അവകാശപ്പെടാനാവില്ല. നിങ്ങൾ ന്യൂനപക്ഷ പ്രേമിയാണെങ്കിൽ നിങ്ങൾ ആദ്യം വ്യക്തിയോട് നീതി ചെയ്യുക.